വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മറ്റന്നാൾ വരെ ഇടുക്കിയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇന്ന് ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് രാവിലെ വരെ ശരാശരി 80.16 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട്ടിലാണ് 123 മില്ലിമീറ്റർ. കുറവ് ഉടുമ്പൻചോലയിലും 25 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇവിടെ ലഭിച്ചത്. ഇന്നു മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. ജില്ലയിലെ ജലാശയങ്ങളിലെ ജലനിരപ്പും ഉയരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പൊന്മുടി ഡാം ഇന്നലെ തുറന്നിരുന്നു. അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി 1 സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തെ മഴ കുറഞ്ഞിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുകയാണ്. ഇതേസമയം ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നതായാണ് കണക്ക്. മരം ഒടിഞ്ഞു വീണ് വ്യാപകമായി കൃഷിയും നശിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ പരക്കെ മഴ ലഭിച്ചിരുന്നു. കട്ടപ്പന, നെടുങ്കണ്ടം, തൂക്കുപാലം, അടിമാലി, ഉടുമ്പൻചോല, മൂന്നാർ, കുമിളി, പീരുമേട്, ചെറുതോണി തുടങ്ങിയിടങ്ങളിൽ പുലർച്ചെയോടുകൂടി ശക്തമായ മഴയാണ് പെയ്തത്. ഇതേസമയം അതിർത്തി മേഖലയിൽ മഴയ്ക്കൊപ്പം കോടമഞ്ഞും ശക്തമായ കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. നാളെയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞ് മാനം തെളിയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.